കിങ്ഡംസ്, കിങ്സ് ആൻഡ് ഏർലി റിപ്പബ്ലിക് എന്ന 5-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് CBSE 6-ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 5-ാമത്തെ ചാപ്റ്ററാണ്. ആദ്യം തന്നെ തുടങ്ങുന്നത് ഒരു ഇലക്ഷൻ ഡേയെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടാണ്. ശങ്കരൻ woke up to see his grandparents all ready to go and vote. ശങ്കരൻ ഉറക്കം എണീറ്റ് നോക്കിയപ്പോൾ അവൻ്റെ ഗ്രാൻഡ് പാരൻസ് റെഡിയായി വോട്ട് ചെയ്യാനായിട്ട് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ആൻഡ് വാണ്ടഡ് ടു ബി ദ ഫസ്റ്റ് ടു റീച്ച് ദ പോളിംഗ് ബൂത്തിൽ ആദ്യം തന്നെ എത്തണം. അതിനായിട്ടാണ് അവർ ഈ നേരത്തെ തന്നെ റെഡിയായി നിൽക്കുന്നത്. വൈ ശങ്കരൻ വാണ്ടഡ് ടു നോ വേർ ദേ സോ എക്സൈറ്റഡ്. എന്തുകൊണ്ടാണ് അവർ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്, വോട്ട് ചെയ്യാൻ പോകാൻ ഇത്ര എക്സൈറ്റഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ശങ്കരന് ആഗ്രഹമുണ്ടായി. സംവാട്ട് ഇംപേഷ്യൻ്റ്ലി ഹിസ് ഫാദർ എക്സ്പ്ലെയിൻഡ്. ഇംപേഷ്യൻ്റായിട്ട് ഹിസ് ഗ്രാൻഡ് ഫാദർ എക്സ്പ്ലെയിൻ ചെയ്തു. വി ക്യാൻ ചൂസ് അവർ ഓൺ റൂളേഴ്സ് ടുഡേ. ഇന്ന് നമുക്ക് നമ്മുടെ റൂളറെ, നമ്മളെ ഭരിക്കുന്ന ആൾക്കാരെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. ഓക്കെ. ആൻഡ് ഹൗ സം മെൻ ബിക്കം റൂളേഴ്സ്. എങ്ങനെയാണ് കുറച്ച് ആൾക്കാർ റൂളേഴ്സ് ആവുന്നത്? ചൂസിങ് ലീഡേഴ്സ് or rulers by voting is something that has become common during the last 50 years or so. ഈ കഴിഞ്ഞ 50 വർഷത്തോളമായിട്ടാണ് വോട്ടിങ്ങിലൂടെ സ്വന്തം ലീഡറെ അല്ലെങ്കിൽ റൂളറിനെ സെലക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തത്. ആൻഡ് ഹൗ ഡിഡ് മെൻ ബിക്കം റൂളേഴ്സ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ എങ്ങനെയാണ് ആൾക്കാർ റൂളേഴ്സ് ആയത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെയായിരുന്നു, എന്തായിരുന്നു സിസ്റ്റം? അറൗണ്ട് 3000 years ago, some men became recognized as rajas by performing big sacrifices. ഒരു 3000 വർഷങ്ങളോളം മുമ്പ് കുറച്ച് മനുഷ്യർ അല്ലെങ്കിൽ ആൾക്കാർ became രാജാക്കന്മാരായി ബൈ പെർഫോമിങ് ബിഗ് സാക്രിഫൈസസ്. വലിയ സാക്രിഫൈസസ് അല്ലെങ്കിൽ യജ്ഞങ്ങൾ നടത്തിയാണ് അവർ രാജാക്കന്മാരായത്. ദി അശ്വമേധ ഓർ ഹോഴ്സ് സാക്രിഫൈസ് വാസ് വൺ സച്ച് റിച്വൽ. അശ്വമേധ അല്ലെങ്കിൽ ഹോഴ്സ് സാക്രിഫൈസ് അല്ലെങ്കിൽ കുതിര യജ്ഞം, അത് അങ്ങനെയൊരു സാക്രിഫൈസ് ആയിരുന്നു, അങ്ങനെയൊരു റിച്വലായിരുന്നു. The horse was let loose to wander freely and it was guarded by Raja's men. ഒരു ഹോഴ്സിനെ വാണ്ടർ ചെയ്യാൻ, അതായത് തുറന്നു വിടും. ആ ഹോഴ്സ് എവിടെയൊക്കെ പോകുന്നോ അതെല്ലാം ഈ രാജാവിൻ്റെ സ്ഥലമായി മാറും. ആ ഹോഴ്സിൻ്റെ പുറകെ തന്നെ ഗാർഡ് ചെയ്തുകൊണ്ട് രാജാവിൻ്റെ ആൾക്കാരും ഉണ്ടാവും. If the horse wandered into the kingdom of other rajas and they stopped it, they had to fight. അപ്പോൾ ഒരു രാജാവിൻ്റെ സ്ഥലത്ത് നിന്ന് മറ്റു രാജാവിൻ്റെ ഏരിയയിലോട്ട് കടന്നു കഴിഞ്ഞാൽ മറ്റ് രാജാവ് ഈ ഹോഴ്സിനെ തടഞ്ഞു കഴിഞ്ഞാൽ അവർ ഫൈറ്റ് ചെയ്യണം. അവർ ആരാണോ ജയിക്കുന്നത് അവർക്ക് ആ സ്ഥലം. ഇഫ് ദേ അലോഡ് ദ ഹോഴ്സ് ടു പാസ്, സ്റ്റോപ്പ് ചെയ്യാതെ ആ കുതിരയെ അലോ ചെയ്ത് കഴിഞ്ഞാൽ, മുമ്പോട്ട് പോകാൻ അനുവദിച്ചാൽ, ഇറ്റ് മെൻറ്റ് ദാറ്റ് they accepted that the Raja who wanted to perform the sacrifice was stronger than them. അപ്പം അതിനർത്ഥം ആ ഏത് രാജാവിൻ്റെ ആണോ ആ രാജാവ് ഇവരെക്കാട്ടിലും സ്ട്രോങ്ങറാണ്, ആ രാജാവിൻ്റെ മുമ്പിൽ ഇവർ കീഴടങ്ങി എന്നാണ് അതിനർത്ഥം. ദീസ് രാജാസ് വെർ ദെൻ ഇൻവൈറ്റഡ് ടു ദ സാക്രിഫൈസ്. അപ്പോൾ ഈ തോറ്റ രാജാക്കന്മാരെല്ലാം ആ സാക്രിഫൈസ് അല്ലെങ്കിൽ ആ യജ്ഞത്തിലോട്ട് ഇൻവൈറ്റ് ചെയ്യും. which was performed by specially trained priest ആണ് ആ യജ്ഞം നടത്തുന്നത് അല്ലെങ്കിൽ അത് പെർഫോം ചെയ്യുന്നത്. ആൻഡ് വാസ് റിവാർഡഡ് വിത്ത് ഗിഫ്റ്റ്. ആ പ്രീസ്റ്റിന്, പൂജാരിക്ക് ഒരുപാട് ഗിഫ്റ്റൊക്കെ രാജാവ് കൊടുക്കും. ദി രാജാ ഹു ഓർഗനൈസ്ഡ് ദ സാക്രിഫൈസ് വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ബീങ് വെരി പവർഫുൾ. ആ സാക്രിഫൈസ് അല്ലെങ്കിൽ ആ യജ്ഞം ഓർഗനൈസ് ചെയ്യുന്ന രാജാവ് ആ രാജാവ് വളരെ പവർഫുള്ളായിട്ട് ആണ് എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യുന്നത്.
and all those who came brought gifts for him. അപ്പോൾ ആ രാജാവ് അത്രയും പവർഫുള്ളാണ്. ഈ മറ്റുള്ള രാജാക്കളെല്ലാം അയാളുടെ മുമ്പിൽ കീഴടങ്ങിയതാണ്. അവർ വരുമ്പോൾ ഈ പവർഫുള്ളായ രാജാവിന്, ഈ സാക്രിഫൈസ് ഓർഗനൈസ് ചെയ്യുന്ന രാജാവിന് ഒരുപാട് ഗിഫ്റ്റുകൾ കൊണ്ടുവരും. രാജാവ് വാസ് ദ സെൻട്രൽ ഫിഗർ. ഇവിടെ രാജാവാണ് ഈ റിച്വലിൻ്റെ സെൻട്രൽ ഫിഗറായി, സെൻട്രൽ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഹി ഓഫൺ ഹാഡ് സ്പെഷ്യൽ സീറ്റ് ഉണ്ടാവും. എ ത്രോൺ ഓർ എ ടൈഗർ സ്കിൻ, ഒരു വലിയ ത്രോൺ ഉണ്ടാവും, അല്ലെങ്കിൽ ഇരിപ്പിടം ഉണ്ടാവും, ടൈഗർ സ്കിന്നും കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. ഹിസ് ചാരിയോട്ടീർ who was his companion in the battlefield and witnessed his exploits chanted tales of his glory. അപ്പോൾ ആ രഥം നയിക്കുന്ന അല്ലെങ്കിൽ ഓടിക്കുന്ന തേരാളി ഈ രാജാവ് വാറൊക്കെ നടത്തുമ്പോൾ, യുദ്ധം ചെയ്യുമ്പോൾ അതെല്ലാം നോക്കി വിറ്റ്നസ് ചെയ്ത കമ്പാനിയനാണ്. അപ്പോൾ അയാൾ രാജാവിൻ്റെ ഗ്ലോറി, രാജാവിനെ പുകഴ്ത്തിക്കൊണ്ട് ഒരുപാട് കഥകൾ അങ്ങനെ ചാൻറ്റ് ചെയ്യും, പാടിക്കൊണ്ട് നടക്കും, പറഞ്ഞുകൊണ്ട് നടക്കും. ഹിസ് റിലേറ്റീവ്സ്, എസ്പെഷ്യലി ഹിസ് വൈഫ്സ്, രാജാവിൻ്റെ വൈഫും ആൻഡ് സൺസ് ഹാഡ് ടു പെർഫോം വെറൈറ്റി ഓഫ് മൈനർ റിച്വൽസ് ഇദ്ദേഹത്തിൻ്റെ വൈഫും സൺസൊക്കെ ചെയ്യും. ദ അതർ രാജാസ് വെർ സിംപ്ലി സ്പെക്ടേറ്റേഴ്സ്. അവർ വെറും കാണികൾ മാത്രമാണ്. മറ്റ് രാജാക്കന്മാർ, ആ തോറ്റുപോയ രാജാക്കന്മാർ, കീഴടങ്ങിയ രാജാക്കന്മാർ, who had to sit and watch the performance of the sacrifice. ആ യജ്ഞത്തിൻ്റെ സാക്രിഫൈസ് ജസ്റ്റ് ഇരുന്ന് നോക്കുക, വീക്ഷിക്കുക മാത്രമാണ് അവർക്ക് ചെയ്യേണ്ടത്. പ്രീസ്റ്റ് പെർഫോം ദ റിച്വൽസ് ഇൻക്ലൂഡിങ് ദി സ്പ്രിങ്ക്ലിംഗ് ഓഫ് സേക്രഡ് വാട്ടർ ഓൺ ദ കിങ്. ഈ പ്രീസ്റ്റാണ്, പൂജാരിയാണ് ഈ റിച്വൽസ് എല്ലാം നടത്തുന്നത്, കർമ്മങ്ങളെല്ലാം നടത്തുന്നത്. ആൻഡ് സ്പ്രിങ്ക്ലിംഗ് സേക്രഡ് വാട്ടർ, ശുദ്ധ വെള്ളം രാജാവിൻ്റെ മേളിൽ തെളിക്കുകയൊക്കെ ചെയ്യും. The ordinary people, the Vash or Vashya, also brought gifts. അവരും ഗിഫ്റ്റ് കൊണ്ടുവരും, ഈ ഓർഡിനറി പീപ്പിൾ, വാഷ് അല്ലെങ്കിൽ വാഷ്യ. However, some people, such as those who were regarded Shudras by the priest, ശൂദ്ര എന്ന് ക്ലാസിഫൈ ചെയ്ത ആ ആൾക്കാർ, they were excluded from many rituals. ഇങ്ങനെയുള്ള റിച്വൽസ് എന്നല്ല, ഇങ്ങനെയുള്ള യജ്ഞങ്ങളിൽ നിന്നല്ല, ഇങ്ങനെയുള്ള ഫങ്ഷനിൽ നിന്നെല്ലാം അവരെ ഒഴിവാക്കിയിരുന്നു, അവർ വരില്ലായിരുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വർണ്ണങ്ങളെക്കുറിച്ചാണ്. വർണ്ണാസ്. ദർ വർ 4 സ്പെഷ്യൽ കാറ്റഗറീസ്. 4 സ്പെഷ്യൽ കാറ്റഗറി ഉണ്ടായിരുന്നു. നെയിംലി ബ്രാഹ്മിൻസ്, ക്ഷത്രിയാസ്, വൈശ്യാസ് ആൻഡ് ശൂദ്രാസ്. ബ്രാഹ്മണന്മാർ, ക്ഷത്രിയന്മാർ, വൈശ്യന്മാർ, ശൂദ്രന്മാർ. ബ്രാഹ്മിൻസ് വെർ എക്സ്പെക്റ്റഡ് ടു സ്റ്റഡി ആൻഡ് ടീച്ച്. പഠിപ്പിക്കുകയും വേദങ്ങളെല്ലാം പഠിപ്പിക്കുകയും ചെയ്യുക, അതാണ് അവരുടെ ജോലി. പെർഫോം സാക്രിഫൈസസ് ആൻഡ് റിസീവ് ഗിഫ്റ്റ്സ്. അവർ സാക്രിഫൈസസ് അല്ലെങ്കിൽ യജ്ഞങ്ങൾ പെർഫോം ചെയ്യും, അതുപോലെ തന്നെ ഗിഫ്റ്റുകൾ വാങ്ങി. ഇതാണ് അവരുടെ പണി. ക്ഷത്രിയാസ് വെർ എക്സ്പെക്റ്റഡ് ടു ഫൈറ്റ് ബാറ്റിൽസ് ആൻഡ് പ്രൊട്ടക്ട് പീപ്പിൾ. ബാറ്റിൽ ഫൈറ്റ് ചെയ്യണം, പീപ്പിളിനെ, ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യണം, അതാണ് ക്ഷത്രിയന്മാരുടെ കർമ്മം, അവരുടെ ജോലി. വൈശ്യാസ് വെർ എക്സ്പെക്റ്റഡ് ടു ബി ഫാർമേഴ്സ്, ഹെർഡേഴ്സ് ആൻഡ് ട്രേഡേഴ്സ്. ഫാർമർമാരും ഹെർഡർമാരും ട്രേഡേഴ്സൊക്കെയാണ് വൈശ്യാസ്. ആൻഡ് ദ ശൂദ്രാസ് വെർ എക്സ്പെക്റ്റഡ് ടു സെർവ് അതർ 3 ഗ്രൂപ്പ്. മറ്റുള്ള 3 ഗ്രൂപ്പുകളെയും അതിലെ ആൾക്കാരെയും സെർവ് ചെയ്യുക, സേവനം ചെയ്യുക, അവർ പറയുന്നതെല്ലാം അനുസരിക്കുക, അതാണ് അവരുടെ ജോലി. ജനപദാസ്. രാജാസ് ഹു performed these big sacrifices were now recognized as being Rajas of Janapadas rather than Janas. Janas എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, ജനപദ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജീവിക്കുന്ന ആ ഏരിയ മൊത്തം. അപ്പോൾ ഇപ്പോൾ ജനങ്ങളുടെ മാത്രമല്ല, ആ ജനപദത്തിൻ്റെ തന്നെ രാജാവായിട്ടാണ് ഇപ്പോൾ ഈ റിച്വലിലെല്ലാം ഈ ബിഗ് സാക്രിഫൈസസ് യജ്ഞങ്ങൾ നടത്തിയ രാജാക്കളെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. The word Janapada literally means the land where Janas set its foot. ആൾക്കാർ കാലുവയ്ക്കുന്ന അവിടം, അതാണ് ജനപദ. ആൻഡ് സെറ്റിൽ ഡൗൺ, എവിടെയാണ് സെറ്റിൽ ആയിരിക്കുന്നത് അത് മൊത്തം ഏരിയ മൊത്തം ജനപദ. സം ഇമ്പോർട്ടൻറ്റ് ജനപദാസ് ആർ ഷോൺ ഇൻ ദ മാപ്പ് 4. മാപ്പ് 4ൽ ഇമ്പോർട്ടൻറ്റ് ജനപദങ്ങളാണ്, അതിൻ്റെ പേരുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്.
Archaeologists have excavated a number of settlements in these ജനപദാസ്. ആർക്കിയോളജിസ്റ്റ് അങ്ങനെ ഒരുപാട് സെറ്റിൽമെൻറ്റ്സ് ഇങ്ങനെയുള്ള ജനപദാസിൽ കണ്ടെത്തിയിട്ടുണ്ട്. സച്ച് ആസ് പുരാന ഖില ഇൻ ഡൽഹിയിലെ പുരാന ഖില, ഹസ്തിനാപുര നിയർ മീററ്റ്, അത്രഞ്ചിഖേഡ നിയർ ഇട്ടാവ. ദ ലാസ്റ്റ് 2 ആർ ഇൻ ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലാണുള്ളത്. അങ്ങനെ പല ജനപദാസ് ആർക്കിയോളജിസ്റ്റ് എക്സ്കവേറ്റ് ചെയ്തിട്ടുണ്ട്, ഡിഗ് ചെയ്ത് കണ്ടെടുത്തിട്ടുണ്ട്. ദേ ഫൗണ്ട് ദറ്റ് പീപ്പിൾ ലിവ്ഡ് ഇൻ ഹട്ട്സിൽ താമസിച്ചിരുന്നു, കുടിലുകളിൽ. ആൻഡ് കെപ്റ്റ് കാറ്റിൽ ആസ് വെൽ ആസ് അതർ ആനിമൽസ്. കാറ്റിൽസിനെയും അതർ ആനിമൽസിനെയെല്ലാം അവർ വെച്ചിരുന്നു, വളർത്തിയിരുന്നു. ദേ ഓൾസോ ഗ്രൂ വെറൈറ്റി ഓഫ് ക്രോപ്സ് വളർത്തിയിരുന്നു. റൈസ്, വീറ്റ്, ബാർലി, പൾസസ്, ഷുഗർ കെയിൻ, സെസം, മസ്റ്റർഡ് എല്ലാം. ദേ മേഡ് എർതൻ പോട്ട്സ്. മണ്ണുകൊണ്ടുള്ള പാത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. സം ഓഫ് ദീസ് വെർ ഗ്രേ കളറിലായിരുന്നു. അതേഴ്സ് വെർ റെഡ്, മറ്റുള്ളത് റെഡ് കളറിലായിരുന്നു. വൺ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പോട്ടറി എന്ന് പറഞ്ഞാൽ ഈ ചട്ടിയും കലവും ഫൗണ്ട് അറ്റ് ദീസ് സൈറ്റ്സ് വെയർ നോൺ ആസ് പെയിൻറ്റഡ് ഗ്രേ വെയർ. അതിന് പെയിൻറ്റഡ് ഗ്രേ വെയർ എന്നാണ് വിളിക്കുന്നത്. ആസ് ഈസ് ഒബ്വിയസ് ഫ്രം ദി നെയിം, ദീസ് ഗ്രേ പോട്ട്സ് ഹാഡ് പെയിൻറ്റഡ് ഡിസൈൻസ് ഉണ്ടായിരുന്നു ഈ ഗ്രേ പോട്ടിൽ. യൂഷ്വലി സിമ്പിൾ ലൈൻസ് ആയിരുന്നു ആൻഡ് ജിയോമെട്രിക് പാറ്റേൺസ് ഒക്കെ ഉള്ള സിമ്പിൾ ലൈൻസ്. ഇതങ്ങനെയുള്ളൊരു പോട്ടാണ്. പെയിൻറ്റഡ് ഗ്രേ വെയർ, പ്ലേറ്റ്സ് ആൻഡ് ബൗൾസ് ആർ ദ മോസ്റ്റ് കോമൺ വെസൽസ്. പ്ലേറ്റും ബൗൾസൊക്കെയാണ് മോസ്റ്റ് കോമൺ വെസൽസ് മെയ്ഡ് ഔട്ട് ഓഫ് പെയിൻറ്റഡ് ഗ്രേ വെയർ. ആൻഡ് ദീസ് ആർ എക്സ്ട്രീംലി ഫൈൻ ടു ടച്ച്. വളരെ ഫൈനാണ്, വിത്ത് എ നൈസ് സ്മൂത്ത് സർഫേസ് ആണ്. ആൻഡ് പെർഹാപ്സ് ദീസ് വെയർ യൂസ്ഡ് ഓൺ സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഉപയോഗിക്കുന്നതാണ്. ഫോർ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ആൻഡ് ടു സെർവ് സ്പെഷ്യൽ ഫുഡ് ഇമ്പോർട്ടൻറ്റ് പീപ്പിളിന് സെർവ് ചെയ്യാനായിട്ട് സ്പെഷ്യൽ ഒക്കേഷൻസിൽ ഉപയോഗിക്കുന്ന വെസൽസാണത്. മഹാജനപദാസ്, ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.